ക്ലാപ്പന ചിറക്കടവ് ഭദ്രകാളി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തി. ശ്രീകോവിൽ സമർപ്പണവും നടന്നു. ക്ഷേത്രതന്ത്രി പുറപ്പേരുമന നാരായണൻ വാസുദേവൻ നമ്പൂതിരിയുടെയും ക്ഷേത്രമേൽശാന്തി തോട്ടത്തിലില്ലം സൂരജ് ജി നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ദേവസ്വം ബോർഡ് അംഗം ജി സുന്ദരേശൻ ക്ഷേത്ര സമർപ്പണം നിർവഹിച്ചു. ഇവിടുത്തെ സംഘാടകർ അറിയാതെ ഞാനൊരു ദിവസം ഇവിടെ വന്നു. ചില കാണാൻ വേണ്ടി തന്നെയാണ് വന്നത്. അതുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി. ഇനി ഫണ്ടിന്റെ ലഭ്യതയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഘടകമല്ല, അത് ജലസേചന വകുപ്പും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇനി അതല്ല, ആ ഫണ്ട് ലഭിച്ചില്ല എങ്കിൽ ഒരു പുതിയ സംരംഭമുണ്ട്, അത് നമുക്ക് അതും കൂടി ആലോചിക്കാം. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ സംയുക്തമായി കാവ് കുളം പദ്ധതി നവീകരിച്ച് നടപ്പിലാക്കാൻ വേണ്ടി ആലോചിച്ചിട്ടുണ്ട്. നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ നിന്നും കുറച്ച് കുളങ്ങൾ സംബന്ധിച്ച് അവർ ആലോചന നടത്തി ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുന്ന ലിസ്റ്റിൽ നമുക്ക് ഇപ്പോൾ നിലവിൽ തരാമെന്ന് പറഞ്ഞ ഫണ്ട് വന്നില്ല എങ്കിൽ ആ ലിസ്റ്റിൽ നമ്മുടെ കുളവും കൂടി ചേർത്ത് കൊടുക്കാമെന്ന് ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പുവരുത്തുകയാണ്. CR മഹേഷ് MLA മുഖ്യ അതിഥിയായി. നമുക്കാർക്കും ഒരിക്കലും ഒരു അസുഖവും വരുത്തില്ല. നമ്മളൊക്കെ ഇങ്ങനെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി സമ്പൽ സമൃദ്ധിയുടെ നടുവിൽ ജീവിക്കുമെന്നൊരു തോന്നൽ അറിഞ്ഞോ അറിയാതെയോ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളെ പിടിപെടാറുണ്ട്. അതൊന്നുമല്ല, ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു മായയാണ്. ഈ സൗന്ദര്യം, ഈ സ്വപ്നങ്ങൾ, ഈ ആഗ്രഹങ്ങൾ, ഈ പ്രതീക്ഷകൾ, ഇതിനൊക്കെ അപ്പുറത്ത് നമ്മളെ കാണിക്കുന്ന കോപ്രായങ്ങളെല്ലാം കണ്ടുകൊണ്ട് ഊറിച്ചിരിക്കുന്ന ഒരാളുണ്ട്. അയാളിങ്ങനെ നമ്മളെ കൈയയച്ച് വിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാ ലീലാവിലാസങ്ങളും ഞാൻ കാണുന്നുണ്ട്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനന്തഗോപൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. എല്ലാ ക്ഷേത്രങ്ങളിലും ഉപദേശ സമിതികളുണ്ട്. ആ ഉപദേശ സമിതികളുടെ നേതൃത്വത്തിൽ ധാരാളമായ വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് കോവിഡിന്റെ കാലഘട്ടത്തിലൊക്കെ ദേവസ്വം ബോർഡിന് ഒരു വരുമാനവും ഇല്ലാതെയും ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന അവസരത്തിൽ പോലും പല ക്ഷേത്രങ്ങളിലും ഒട്ടേറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു. അതെല്ലാം നല്ല ആത്മവിശ്വാസമുള്ള ഉപദേശ സമിതികൾ, ഭക്തജനങ്ങൾ വിശ്വാസമുള്ളവരുമാണ്. അതും വേണേ. ഉപദേശക സമിതി പ്രസിഡന്റ് ജി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഡോക്ടർ ഡി ജയപ്രകാശ് സ്വാഗതം പറഞ്ഞു. ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ, ദേവസ്വം ബോർഡ് ചീഫ് എഞ്ചിനീയർ രഞ്ജിത്ത് കെ ശേഖർ, എസ് വിജയമോഹൻ, ഒ മിനിമോൾ, ദീപ്തി രവീന്ദ്രൻ, അനു എസ് പിള്ള, ഗീതാ ഗോപാലകൃഷ്ണൻ, VR മനുരാജ്, എസ് കലേഷ്, ശ്രീനാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. അധവാസത്തെങ്കൽ, ഉഷപൂജ, മരപ്പാണി, ബിംബകലശാദികൾ, ശ്രീകോവിലേക്ക് എഴുന്നള്ളത്ത്, പ്രതിഷ്ഠ, ദ്രവ്യകലശാഭിഷേകം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.